നമുക്കിന്ന് 4 മണിക്കടി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതൊന്ന് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പഴം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല സ്മൂത്തി ആയി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പഴത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രത്തിൽ ഓയിൽ തടവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ട് ആ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ ഏതെങ്കിലും ഒരു തവിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ പാത്രം വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ആയി കാണും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ അടിപൊളി കായ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റ.